വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി. അപ്പോൾ ഇന്ന് മക്കൾ വരാനാകുമ്പോഴത്തേക്കും ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ചെറുപയർ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ തന്നെ ഞാൻ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുണ്ടാക്കണമെന്നല്ലേ, സുഗീന ഉണ്ടാക്കാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ ചെറുപയർ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിൻ്റെ മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടിയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. മുമ്പ് ഞാൻ ഗോതമ്പ് പൊടിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടെ ഗോതമ്പ് പൊടി ഹെൽത്തിയും കൂടെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ആവശ്യം ഞാൻ ഉണ്ടാക്കുന്നത് മൈദപ്പൊടിയിലാണ്. അപ്പോൾ മൈദപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി, അതായത് ആ ഒരു കളറിന് വേണ്ടിയിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. പിന്നെ ഞാനിത് പറയണത് ഞാൻ ഉണ്ടാക്കണത് നിങ്ങളത് ഷെയർ ചെയ്യണോ അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ അവിടെ നിന്ന് കാണിച്ച് തരുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ ശർക്കരപ്പൊടിയാണ് കേട്ടോ. ശർക്കരപ്പൊടി കുറച്ചിട്ട് കൊടുത്തു. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു നുള്ളു, അതായത് എന്താ പറയുക, ഒരു ശക്കലം എന്നൊക്കെ പറയില്ലേ, സോഡാപ്പൊടി ചേർത്തു കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ നമ്മൾ പൊടിയൊന്ന് മാവ് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ഈ വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് എന്താ പറയുക മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു പൊടി ഇങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുന്നതൊക്കെ റെഡി ആയിട്ട് വരും. പിന്നെ മാവ് അവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാനിതാ നമ്മുടെ ചെറുപയറൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേവിക്കാൻ വെച്ചൊക്കെ എടുക്കാൻ മറന്നു. പിന്നെ തിളച്ചപ്പോഴാണ് ഓർമ്മയത്. വെച്ചിട്ട് കുറച്ച് സമയമായി ഞാൻ സിമ്മിലിട്ടിട്ടാണ് വെച്ചത് കേട്ടോ. ഞാൻ കുക്കറിൽ വേവിച്ചത്. കുക്കറിലാകുമ്പോൾ ഒരു വിസിലടുപ്പിച്ചാൽ നന്നായിട്ട് വെന്ത് വരും. പക്ഷേ ചിലപ്പോൾ ഇത് എങ്ങനെയാണ്, വെള്ളം കൂടുമോ അല്ലെങ്കിൽ എന്താ അറിയാൻ പറ്റൂല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ ഈ പാനിൽ ഡയറക്റ്റാണ് വേവിക്കാൻ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് സമയമായി സിമ്മിലിട്ട് വേവിക്കാൻ വെച്ചിരുന്നു. എങ്ങനെയാണ് നോക്കാം. ഓക്കെ, നമ്മുടെ വെന്തിട്ടുണ്ട് കേട്ടോ. ചെറുപയർ ശർക്കര ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഈ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി പൊടി ആയതുകൊണ്ട് കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. നമ്മൾ ശർക്കര പാനി അല്ലെങ്കിൽ ശർക്കരേൻ്റെ അച്ചങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2 അച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. ഇത് പൊടിയാകുമ്പോൾ കുറച്ച് മധുരം കുറവായിരിക്കും. അപ്പോൾ കുറച്ച് അധികം തന്നെ പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചെറുപയർ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊന്ന് തീയൊന്ന് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് നല്ല ചൂടൊന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നാൽ ചെറിയ ചൂടുണ്ടാവണം കേട്ടോ. എന്നാലും നമുക്കങ്ങനെ ആ ഒരു കയ്യിൽ നമ്മളിങ്ങനെ ബോളായിട്ട് ഉരുട്ടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആയി വരുള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് വലുതായി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം അത്രയും വലുപ്പത്തിലല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ കഴിക്കാനല്ല. അപ്പോൾ ചെറുതാക്കി ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ബോളൊക്കെ ഇങ്ങനെ ഉരുട്ടി വെക്കുകയാണ് കേട്ടോ. ഇതിൽ എല്ലാം ഒരേ ഒരു എന്താ പറയുക കറക്റ്റ് വലിപ്പമൊന്നുമല്ല. ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയത് ഒരു കുഞ്ഞതാണ് കേട്ടോ, ചെറുതാണ്. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ മാവിലിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുക എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ചെറുപയർ വേവിച്ച ആ ഒരു പാനിൽ തന്നെയാണ് ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടി പോണത് കേട്ടോ. നമുക്കിവിടെ ചീനച്ചട്ടിയാണ്, വലിയൊരു ചീനച്ചട്ടി ഇല്ല, ഒരു കുഞ്ഞ് ചീനച്ചട്ടിയാണ്. അപ്പോൾ അതിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കണില്ല. പക്ഷേ ഇതിലുണ്ടാക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മുങ്ങിക്കിടക്കൂല. അത്രത്തോളം നമ്മൾ മുങ്ങിക്കിടക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് ഒഴിക്കണം. പിന്നെ നമ്മൾ നേരത്തെ കൂട്ടി വെച്ച മാവ് ഏതായാലും 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി എണ്ണയാണെന്ന് ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇട്ട് കൊടുത്തു. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ബോളൊക്കെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട്, മറ്റേ നമ്മൾ ബോൾ ഉരുട്ടലും ഉണ്ടാക്കലും കൂടെ ആകുമ്പോൾ ഈ മാവിലേക്ക് ആ ചെറുപയറിൻ്റെ എല്ലാം അങ്ങോട്ട് പോരും. അപ്പോൾ ഇതിങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ ഇതിൽ എണ്ണ കുറവാണെങ്കിൽ നമുക്കിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എണ്ണ കൂടുതലിട്ട് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് പൊങ്ങി അങ്ങനെ കിടന്നിട്ട് ആവും. പക്ഷേ ഇങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. തിരിച്ചു മറിച്ച് അങ്ങനെ വേവിച്ചെടുത്താൽ മതിയല്ലോ. നമ്മൾ എണ്ണ പലഹാരമൊക്കെ എപ്പോഴേ നമ്മൾ വീട്ടിലുണ്ടാക്കണതും അതുപോലെ കടയിൽ നിന്ന് വാങ്ങണം. ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ കടയിലാകുമ്പോൾ അവർ ചിലപ്പോൾ ഇന്ന് 2 ദിവസം 3 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ഒരെണ്ണ തന്നെയാവും അവർ ഉപയോഗിക്കുന്നുണ്ടാവുക. നമ്മൾ വീട്ടിലാവുമ്പോൾ എന്തായാലും ആ ഒരു എണ്ണ പുതിയ എണ്ണയായിരിക്കും. പിന്നെ ഒന്നുകൂടെ നല്ലത് വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. പിന്നെ പെട്ടെന്നൊക്കെ നമുക്ക് 1 2 ഒക്കെ ഒരു സ്നാക്സ് ആവശ്യമായി വരുമ്പോൾ നമ്മളത് പുറത്തുനിന്ന് വാങ്ങിക്കും. പക്ഷെ ഒരുപാട് കൂടുതലായിട്ട് തിന്നാൻ വേണ്ടിയിട്ടും കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും വീട്ടിലുണ്ടാക്കി തന്നെയാണ് നല്ലതല്ലേ.
അപ്പം ഞാൻ ആദ്യമൊക്കെ മുമ്പ് ആണെങ്കിൽ എപ്പോഴും മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് അന്ന് അങ്ങനെ വർക്കിനൊന്നും പോവാതിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ എന്നും ഒരു സ്കൂളിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും. അതൊക്കെ അന്ന് നമ്മളെ ചാനൽ വെറും ഇതുപോലുള്ള കുക്കിംഗ് തന്നെയായിട്ട് അധികം ഉണ്ടാവുക. ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കണതൊക്കെ തന്നെയാണ് അധികം കാണിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സുഖിയനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10-16 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് മാവിൻ്റെ ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനോടത്ത് ഇവിടെ ഒരു ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ട്. ഈ ബിസ്ക്കറ്റാണെങ്കിൽ നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ ആ മധുരമുള്ള ബിസ്ക്കറ്റ് എന്താ ഈ ഒരു മാവിലങ്ങോട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ആ ബിസ്ക്കറ്റ് മാവിലേക്ക് ഇട്ടിട്ടുണ്ട്. ലാസ്റ്റത്തെ നമ്മളൊരു 3 സുഖിയനയും കൂടി ആവാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഉണ്ട് മാറ്റിയിട്ട് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഈ ഒരു ബിസ്ക്കറ്റ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കാറുണ്ട്. എനിക്കറിയില്ല. ഞാൻ ഈ ഒരു മാവ് അവിടെ കണ്ടപ്പോൾ ആ ബിസ്ക്കറ്റും കണ്ടപ്പോൾ ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ വിചാരിച്ചിട്ട് ചെയ്ത് നോക്കുകയാണ്. അതൊരു കുറച്ചെടുത്തിട്ടാണ് ചെയ്ത് നോക്കണേ. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മാവും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റും സുഖിയനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം ഞാൻ ഓൾറെഡി സുഖിയൻ നമ്മൾ കഴിച്ച് നോക്കിയുള്ള ടേസ്റ്റ് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബിസ്ക്കറ്റിൽ നിന്ന് എടുത്ത് കഴിച്ച് നോക്കട്ടെ. നല്ല ചൂടുണ്ട്. സുഖിയന ടേസ്റ്റ് പിന്നെ മുമ്പ് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് അറിയാമല്ലോ. ഇതാണ് നമ്മൾ ബിസ്ക്കറ്റ് വെച്ചുണ്ടാക്കിയത് കേട്ടോ. അടിപൊളി. ഓക്കെ, നല്ല ചൂട്. അടിപൊളി. ഇത് നമ്മുടെ സുഖി. നല്ല ചൂടാട്ടോ. ചൂടാറിയല്ലോ. ഇതെനിക്കിഷ്ടമായി. ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ്. ഓവർ മധുരമായിരുന്നു ഈ ബിസ്ക്കറ്റിന്. ചോക്ലേറ്റാണ് കൊണ്ടോ. അപ്പം ആ മധുരത്തെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റി. നല്ല ടേസ്റ്റാണ്. ഇനി ബിസ്ക്കറ്റ് കുറച്ചും കൂടെ ഉണ്ടാക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. ഇതാണ് ഈ ബിസ്ക്കറ്റ് കേട്ടോ. മനസ്സിലായോ? ബിസ്ക്കറ്റ് അടിപൊളി. ഞാൻ മൂന്നാമത്തേത് കട്ടൻ ചായക്ക് വെള്ളം വെച്ച് ഞാൻ തിളച്ചു പോയിട്ട്. നാലെണ്ണം ഞാൻ കഴിച്ചു. കുറച്ചും കൂടെ ഉണ്ടാക്കട്ടെ ബിസ്ക്കറ്റിൻ്റെ. അടിപൊളി. സൂപ്പർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതാ ബിസ്ക്കറ്റ് ഇതുപോലെ ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അതിന് എന്താ പറയുക, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.